ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴുമൊക്കെ നമ്മൾ പല മിസ്റ്റേക്സും വരുത്താറുണ്ട്. അതിലൊന്നാണ് സിംഗുലർ ആൻഡ് പ്ലൂറൽ നൗൺസ് ഉപയോഗിക്കുമ്പോൾ വരുത്തുന്ന മിസ്റ്റേക്ക്. വളരെ കോമൺ ആയിട്ട് അത്തരം മിസ്റ്റേക്സ് പലരും വരുത്താറുണ്ട്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് അതാണ്, സിംഗുലർ ആൻഡ് പ്ലൂറൽ നൗൺസ് ഉപയോഗിക്കുമ്പോൾ വരുത്തുന്ന മിസ്റ്റേക്സ്. മാത്രമല്ല അൺകൗണ്ടബിൾ നൗൺസ്, ഇറഗുലറായിട്ടുള്ള പ്ലൂറൽ നൗൺസ്, ഇതൊക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെസണാണിത്, ശ്രദ്ധിക്കുക. സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴുമൊക്കെ പലരും പറയുന്ന ഒരു വാക്കാണ് ഇൻഫർമേഷൻസ്. ഇൻഫർമേഷൻസ് എന്ന വാക്ക് തെറ്റാണ്. ഇൻഫർമേഷൻ എന്നാൽ വിവരം എന്നല്ലേ. നമ്മൾ വിവരം അല്ലെങ്കിൽ വിവരങ്ങൾ എന്നൊക്കെ മലയാളത്തിൽ പറയാറുണ്ട്. പക്ഷേ ഇംഗ്ലീഷിൽ ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. കാരണം ഇൻഫർമേഷൻ എന്നത് ഒരു അൺകൗണ്ടബിൾ നൗണാണ്. ഇംഗ്ലീഷിലുള്ള റൂൾസൊക്കെ വളരെ ഡിഫറൻ്റ് ആണ്. അത് നമ്മൾ അൺകൗണ്ടബിൾ നൗണായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അവിടെ ഒരു എസ് ചേർക്കാൻ പാടില്ല, ഇൻഫർമേഷൻ എന്നേ പറയുള്ളൂ. എനിക്ക് നിന്നോട് ഒരു ഇൻഫർമേഷൻ പറയാനുണ്ട് എന്ന് നമുക്ക് പറയില്ലേ. എനിക്ക് നിന്നോടൊരു വിവരം പറയാനുണ്ട് എന്നിന് ഐ ഹാവ് ആൻ ഇൻഫർമേഷൻ ഫോർ യു എന്ന് പറഞ്ഞാൽ അത് ഒരു റോങ് സെൻറ്റൻസ് ആണ്. പിന്നെ എങ്ങനെ പറയും? ഐ ഹാവ് എ പീസ് ഓഫ് ഇൻഫർമേഷൻ ഫോർ യു. എ പീസ് ഓഫ് എന്ന് നമുക്ക് ചേർക്കാം. ഐ ഹാവ് എ പീസ് ഓഫ് ഇൻഫർമേഷൻ ഫോർ യു എന്ന് പറയാം. അപ്പോൾ ആൻ ഇൻഫർമേഷൻ എന്ന് പറയാൻ പാടില്ല, ഇൻഫർമേഷൻസ് എന്നും പറയാൻ പാടില്ല, എസ് വേണ്ട. കൗണ്ട് ചെയ്യാൻ പറ്റുന്ന നൗണിന് ആണ് നമ്മൾ എസ് ഒക്കെ ചേർക്കുന്നത്. കൗണ്ട് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ 1, 2, 3 അങ്ങനെ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന നൗൺസ്. ഇനി വേറൊരു വാക്കാണ്, അതുപോലെ തന്നെയുള്ള വേറൊരു വാക്കാണ് അഡ്വൈസ്. അഡ്വൈസ് എന്നാൽ നമുക്കറിയാം ഉപദേശം. ഉപദേശം എന്ന് നമ്മൾ പറയാറുണ്ട്, ഉപദേശങ്ങൾ എന്നും പറയാറുണ്ട് മലയാളത്തിൽ. പക്ഷേ അഡ്വൈസസ് എന്ന് പറയില്ല. അഡ്വൈസ് എന്ന് പറയാം, പക്ഷേ അതൊരു അൺകൗണ്ടബിൾ നൗണായി കണക്കാക്കുന്നത് കൊണ്ട് അഡ്വൈസസ് എന്ന് എസ് ചേർത്ത് പറയാൻ പാടില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പറയേണ്ടത്? ഒരു അഡ്വൈസ്, ഒരു ഉപദേശം, അതിന് എ പീസ് ഓഫ് അഡ്വൈസ്. കുറേ ഉപദേശങ്ങളാണെങ്കിലോ പീസസ് ഓഫ് അഡ്വൈസ് എന്ന് പറയാം. പീസസ് ഓഫ് എന്നവിടെ ആഡ് ചെയ്യുന്നു, അങ്ങനെ നമുക്കത് പ്ലൂറലാക്കി പറയാം. ഇനി വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വേറൊരു വാക്ക് പറയട്ടെ, ലഗേജസ്. അതും തെറ്റാണ്. ലഗേജ് എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. ലഗേജ് എന്ന് പറയുന്നത് നമ്മുടെ ബാഗ്സും അതുപോലെ സ്യൂട്ട് കേസസും എല്ലാം കൂടി ചേർത്ത് പറയുന്ന വാക്കാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ലഗേജസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് റോങ് ആണ്. വി ഹാവ് സോ മച്ച് ലഗേജ് എന്നാ പറയുക, സോ മച്ച് ലഗേജ്. അവിടെ ലഗേജ് അൺകൗണ്ടബിൾ നൗണാണ്, അതുകൊണ്ടാണ് സോ മച്ച് എന്ന് ഉപയോഗിക്കുന്നത്. വി ഹാവ് സോ മച്ച് ലഗേജ്, നോട്ട് ലഗേജസ്. നമുക്ക് ഇങ്ങനെ പറയാം, വി ഹാവ് മെനി ബാഗ്സ് ആൻഡ് സ്യൂട്ട് കേസസ് എന്ന്. പക്ഷേ ലഗേജസ് എന്ന് ഉപയോഗിക്കാൻ പാടില്ല. ചിലരൊക്കെ പറയാറുണ്ട് ഫർണിച്ചേഴ്സ് എന്ന്. അത് തെറ്റായ വാക്കാണ്. ഫർണിച്ചർ എന്നേ പറയുകയുള്ളൂ. ഐ ഹാവ് 5 ഫർണിച്ചേഴ്സ്. ഐ ഹാവ് 5 ഫർണിച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അത് റോങ് ആണ്. ഐ ഹാവ് 5 പീസസ് ഓഫ് ഫർണിച്ചർ എന്ന് പറയാം. പീസസ് ഓഫ് എന്ന് നമുക്ക് ആഡ് ചെയ്യണം, അത് പ്ലൂറലാക്കണമെങ്കിൽ. ഫർണിച്ചർ എന്നത് ഒരു അൺകൗണ്ടബിൾ നൗണാണ്. പീസസ് ഓഫ് ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ കറക്റ്റായി. അതുപോലെ തന്നെ വേറൊരു വാക്കാണ് എക്യുപ്മെൻറ്റ്സ്. അത് റോങ് ആണ്. എക്യുപ്മെൻറ്റ് എന്നേ പറയാൻ പാടുള്ളൂ, കാരണം അത് അൺകൗണ്ടബിൾ നൗണാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇറഗുലർ പ്ലൂറൽസിനെ പറ്റിയാണ്. എന്താണ് ഇറഗുലർ പ്ലൂറൽസ്? പ്ലൂറൽ നൗൺസ് എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതലുള്ള നൗൺസിനെയല്ലേ. അത് സാധാരണ ഒരു ബാഗ് എന്ന് പറയുമ്പോൾ 1 ബാഗ്. പ്ലൂറൽ നൗൺസ് ആക്കുമ്പോൾ നമുക്ക് ബാഗുകൾ എന്ന് പറയുമ്പോൾ ബാഗ്സ് എന്നാക്കും. ആൺകുട്ടികൾ ബോയ്സ്. ഒരു ആൺകുട്ടിയാണെങ്കിൽ നമ്മൾ ബോയ്, അതല്ലെങ്കിൽ ബോയ്സ്. പെൺകുട്ടി ഗേൾ, പെൺകുട്ടികൾ ഗേൾസ്. പെൻ, ഒരു പെന്നാണെങ്കിൽ പെൻ എന്ന് പറയാം, അതല്ലെങ്കിൽ അത് കൂടുതലുണ്ടെങ്കിൽ പെൻസ്. വളരെ ഈസി ആയിട്ട് എസ് ചേർത്തിട്ട് നമുക്ക് പ്ലൂറൽ നൗൺസ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർക്കുക സിംഗുലർ നൗണിനോട് കൂടി എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷിലെ റൂൾ. ബോയ് ബോയ്സ്, പെൻ പെൻസ്, ഗേൾ ഗേൾസ്, പെൻസിൽ പെൻസിൽസ്, അങ്ങനെ. പക്ഷേ ഇതാണ് റെഗുലർ ആയിട്ടുള്ള പ്ലൂറൽ നൗൺസ്, ബേസിക് റൂൾ ഫോളോ ചെയ്യുന്ന നൗൺസ്.
പക്ഷേ ഇതല്ലാതെ ഒരുപാട് നൗൺസ് ഇംഗ്ലീഷിലുണ്ട്. ഈ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർത്തിട്ട് നമുക്ക് പ്ലൂറൽ ഫോം ഉണ്ടാക്കാൻ പറ്റില്ല. വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പ്ലൂറൽ നൗൺ ആയിരിക്കും ചില നൗൺസിനുണ്ടാവുക. ഫോർ എക്സാമ്പിൾ ചൈൽഡ്. ചൈൽഡ് എന്നതിന് ചൈൽഡ് എന്നാൽ കുട്ടി. ചൈൽഡ്സ് എന്ന് നമ്മൾ പറയില്ല. എസ് ചേർത്ത് നമുക്ക് പ്ലൂറൽ നൗൺ ഉണ്ടാക്കാൻ പറ്റില്ല. കുട്ടികൾ എന്ന് പറയണമെങ്കിൽ ചിൽഡ്രൻ എന്ന് തന്നെ പറയണം. CHILD കഴിഞ്ഞിട്ട് REN എന്നാണ് നമ്മളവിടെ ചേർക്കുന്നത്. SO ESO അല്ല. അപ്പോൾ അത് ബേസിക് റൂൾ ഫോളോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന് നമുക്ക് ഇറഗുലർ പ്ലൂറൽ നൗൺസ് എന്ന് പറയാം. ഇത്തരത്തിൽ ഒരുപാട് നൗൺസ് ഇംഗ്ലീഷിലുണ്ട്. മൗസസ് എന്ന് പറഞ്ഞാൽ അത് റോങ് ആണ്. മൗസ് എന്ന് പറഞ്ഞാൽ എലി. ഇനി അതൊരു പ്ലൂറൽ ഫോമിൽ എലികൾ എന്ന് ഉപയോഗിക്കണമെങ്കിൽ മൈസ് എന്നാണ് പറയുക. MOUSE മൗസ്. മൈസ് എന്നാവുമ്പോൾ MICE ആണ്. മൗസസ് എന്ന് പറയാൻ പാടില്ല. 1 മൗസ്, 3 മൈസ്. അതുപോലെ തന്നെ വേറൊരു വാക്കാണ് ഫുട്സ്. ഫുട്സ് എന്ന് പറഞ്ഞാൽ അത് റോങ് ആണ്. ഫുട്ട്, 1 ഫുട്ട്. ഫുട്ട് എന്നാൽ പാദം. പാദങ്ങൾ എന്നാണെങ്കിൽ അത് പ്ലൂറൽ ഫോമാണ്. അത് ഫീറ്റ്, 1 ഫുട്ട്, 2 ഫീറ്റ്. വുമൺ എന്നാൽ അത് ഒരു സിംഗുലർ നൗണാണ്. അതിൻ്റെ പ്ലൂറൽ ഫോം വിമൻ എന്നാണ്. അതിൻ്റെ സ്പെല്ലിംഗ് മാറും. അതിന് എസ് ചേർത്ത് കഴിഞ്ഞാൽ പ്ലൂറൽ ഫോം കിട്ടില്ല. വുമൺ ആൻഡ് വിമൻ. ഗൂസസ് എന്ന് പറഞ്ഞാൽ റോങ് ആണ്. ഗൂസ് എന്നതിൻ്റെ പ്ലൂറൽ ഫോം ഗീസ് ആണ്. GOO എന്നത് മാറി GEE ആകുന്നു എന്ന് മാത്രം. അതുപോലെ കത്തികൾ, നൈഫ് എന്നത് കത്തി, നൈഫ്, അത് നൈഫ്സ് എന്ന് പറഞ്ഞാൽ റോങ്. 1 നൈഫ്, 2 നൈഫ്സ്. നോക്കൂ സ്പെല്ലിങ്ങിലെ വ്യത്യാസം. KNIFE എന്നത് മാറി KNIVES എന്നായി മാറി. അതുപോലെ തന്നെയാണ് ലീഫ്, ഇല. ലീഫ് എന്നതിൻ്റെ പ്ലൂറൽ ഫോം ലീവ്സ് ആണ്. LEAVES. ഇനി വേറൊന്ന് ടൂത്ത്സ്. ടൂത്ത്സ് എന്ന് പറയില്ല. പല്ലുകൾക്ക് ടീത്ത് എന്നാണ് പറയുക. 1 ടൂത്ത്, 2 ടീത്ത്. ഇനി സെയിം ആയിട്ടുള്ള സിംഗുലർ ഫോം അതുപോലെ പ്ലൂറൽ ഫോം ഉള്ള നൗൺസ് ഉണ്ട്. അതിൻ്റെ സിംഗുലർ ആൻഡ് പ്ലൂറൽ ഒന്ന് തന്നെ ആയിരിക്കും. അതിന് ഒരു എക്സാമ്പിളാണ് ഡിയർ, മാൻ. 1 ഡിയർ, മെനി ഡിയർ. മെനി ഡിയേഴ്സ് അല്ല, മെനി ഡിയർ. എസ് ചേർത്തിട്ട് പറയാൻ പാടില്ല. കാരണം അതിൻ്റെ സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും ഡിയർ എന്ന് തന്നെയാണ് പറയുക. ഡിയർ ആർ ഇൻ ദ ഫോറസ്റ്റ്. എ ഡിയർ ഈസ് ഇൻ ദ ഫോറസ്റ്റ്. അതുപോലെയുള്ള വേറൊരു വാക്കാണ് ഫിഷ്. ഇത് സെയിം വേർഡ് തന്നെയാണ് സിംഗുലറായിട്ടും പ്ലൂറലായിട്ടും ഉപയോഗിക്കുന്നത്. 1 ഫിഷ്, 2 ഫിഷ്, മെനി ഫിഷ്. ഫിഷ് ആർ ഇൻ ദ പോണ്ട്. അവിടെ അത് പ്ലൂറൽ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. ഫിഷ് ഈസ് ഇൻ ദ പോണ്ട്. അവിടെ അത് സിംഗുലറായിട്ടും ഉപയോഗിച്ചിരിക്കുന്നു. ഇനി ഫിഷസ് എന്ന വാക്ക് ഉണ്ട്. പക്ഷേ അത് വെറൈറ്റീസ് ഓഫ് ഫിഷ്, ഡിഫറെൻറ്റ് സ്പീഷീസിൽ ഉള്ള ഫിഷിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. പല വെറൈറ്റികൾ. അങ്ങനെയാവുമ്പോൾ നമുക്ക് ഫിഷസ് എന്ന് ഉപയോഗിക്കാം. അല്ലാതെ 1 ഫിഷ്, 2 ഫിഷ്, മെനി ഫിഷ് എന്ന് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. കാറ്റിൽസ് എന്നത് ഒരു റോങ് വേർഡാണ്. കാറ്റിൽ എന്നാണ് പറയേണ്ടത്. കാറ്റിൽ എന്നതാണ് പ്ലൂറൽ നൗൺ. അതിന് ഒരു എസിൻ്റെ ആവശ്യം ഇല്ല. കാറ്റിൽ ആർ ഗ്രേസിംഗ് എന്നാണ് പറയേണ്ടത്. കാറ്റിൽസ് ആർ ഗ്രേസിംഗ് എന്ന് പറഞ്ഞാൽ റോങ് സെൻറ്റൻസ്. അതുപോലെ തന്നെ വേറൊരു വാക്കാണ് സാമൺസ്. സാമൺസ് എന്ന് പറയുമ്പോൾ അതിനും അവിടെ ഒരു എസിൻ്റെ ആവശ്യമില്ല. സാമൺ എന്നേ പറയേണ്ടതുള്ളൂ. സാമൺ എന്നാൽ ഒരു ഫിഷിൻ്റെ പേരാണ്. സാമൺസ് ആർ ടേസ്റ്റി എന്ന് പറഞ്ഞാൽ റോങ്. സാമൺ ആർ ടേസ്റ്റി. അതുപോലെയുള്ള വാക്കുകൾ തന്നെയാണ് സീരീസ് എന്നത്. സീരീസസ് എന്ന് പറയില്ല. 1 സീരീസ്, 2 സീരീസ്, 3 സീരീസ് എന്നൊക്കെയാണ് പറയേണ്ടത്. സീരീസസ് എന്ന് പറയേണ്ട ആവശ്യമില്ല.
അതുപോലെ തന്നെ വേറൊരു വാക്കാണ് സ്പീഷീസ്. സ്പീഷീസസ് എന്ന് പറയില്ല, സ്പീഷീസ്. ഇനി ചില വേർഡുകളുണ്ട്, അത് എൻഡ് ചെയ്യുന്നത് എസ് എന്ന ലെറ്ററിലാവും. അതുകൊണ്ട് തന്നെ നമ്മളത് പ്ലൂറൽ ആണ് എന്ന് തെറ്റിദ്ധരിച്ചു പോകും. അതിനൊരു എക്സാമ്പിളാണ് പൊളിറ്റിക്സ്. പൊളിറ്റിക്സ് എന്ന് കേൾക്കുമ്പോൾ എസ് ഉണ്ടല്ലോ, അപ്പോൾ അത് പ്ലൂറലാണ് എന്ന് വിചാരിച്ചിട്ട് അതിനനുസരിച്ചിട്ടാണ് സെൻറ്റൻസ് എഴുതുകയും പറയുകയും ഒക്കെ ചെയ്യുക. പൊളിറ്റിക്സ് ആർ കോംപ്ലിക്കേറ്റഡ്. റോങ് സെൻറ്റൻസ് ആണ്, കാരണം അവിടെ ആർ എന്ന് ഉപയോഗിച്ചു. പൊളിറ്റിക്സ് ഈസ് കോംപ്ലിക്കേറ്റഡ് എന്നാണ് പറയേണ്ടത്. ഇത്തരത്തിൽ വേറെയും വാക്കുകളുണ്ട്. അതുപോലെ തന്നെ വേറൊരു വാക്കാണ് മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സ് എന്ന് പറയുമ്പോൾ അവിടെ എൻഡിൽ ഒരു എസ് ഉള്ളതുകൊണ്ട് അത് ഒരു പ്ലൂറൽ നൗൺ ആണെന്ന് കരുതും. പക്ഷേ അതൊരു പ്ലൂറൽ നൗൺ അല്ല, സിംഗുലർ നൗൺ ആണ്. മാത്തമാറ്റിക്സ് ആർ ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ അത് റോങ് ആണ്. മാത്തമാറ്റിക്സ് ഈസ് ഡിഫിക്കൽട്ട് എന്നാണ് പറയേണ്ടത്. ന്യൂസ് എന്നതും അതുപോലെ തന്നെ. ന്യൂസ് എന്നത് ഒരു സിംഗുലർ നൗൺ ആണ്. ന്യൂസ് ആർ ഇൻട്രസ്റ്റിംഗ് ടുഡേ റോങ് സെൻറ്റൻസ് ആണ്, കാരണം ആ സെൻറ്റൻസിൽ ന്യൂസ് എന്ന് കഴിഞ്ഞിട്ട് ആർ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ന്യൂസ് ഈസ് ഇൻട്രസ്റ്റിംഗ് ടുഡേ എന്നാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെയുള്ള വാക്കുകളാണ് എക്കണോമിക്സ്, ഫിസിക്സ് എന്നൊക്കെ പറയുന്നത്. എക്കണോമിക്സ് ആർ ബോറിംഗ് റോങ് സെൻറ്റൻസ്. എക്കണോമിക്സ് ഈസ് ബോറിംഗ്. ഫിസിക്സ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഫിസിക്സ് ആർ വെരി ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ റോങ്. ഇനി പ്ലൂറൽ ഫോമിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചില നൗൺസ് ഉണ്ട്. അതിന് ഒരു എക്സാമ്പിളാണ് ബ്രെഡ്സ്. ബ്രെഡ്സ് എന്ന് പറയാൻ പാടില്ല, ബ്രെഡ് എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. ഐ ഹാവ് 2 ബ്രെഡ്സ് റോങ് സെൻറ്റൻസ് ആണ്. ഐ ഹാവ് 2 സ്ലൈസസ് ഓഫ് ബ്രെഡ് എന്ന് പറയാം. സ്ലൈസസ് ഓഫ് എന്ന് ചേർക്കുന്നു നമ്മളവിടെ, അല്ലാതെ ഐ ഹാവ് 2 സ്ലൈസസ് ഓഫ് ബ്രെഡ്സ് എന്നും പറയാൻ പാടില്ല. ബ്രെഡ്സ് എന്ന വാക്ക് തെറ്റാണ്. ഷീ ഹാസ് മെനി സ്ലൈസസ് ഓഫ് ബ്രെഡ്. ഐ വിൽ ടേക്ക് 2 ബ്രെഡ്സ് റോങ്. ഐ വിൽ ടേക്ക് 2 സ്ലൈസസ് ഓഫ് ബ്രെഡ് കറക്റ്റ്. ഇതുപോലെ തന്നെയാണ് സോപ്പ് എന്ന വാക്കും. സോപ്പ് എന്നത് അൺകൗണ്ടബിൾ നൗണാണ്. അതുകൊണ്ട് തന്നെ സോപ്സ് എന്ന് പറയാൻ പാടില്ല, അത് റോങ് ആണ്. ഐ ബോട്ട് 3 സോപ്സ് എന്ന് പറഞ്ഞാൽ ആ സെൻറ്റൻസ് റോങ് ആണ്. ഐ ബോട്ട് 3 ബാർസ് ഓഫ് സോപ്പ് എന്ന് പറയാം. 3 ബാർസ് ഓഫ് സോപ്പ്. നോക്കൂ, ബാർസ് ഓഫ് എന്ന് അതിൽ ചേർത്തു. 3 ബാറുകൾ എന്നായി. 3 ബാർസ് ഓഫ് സോപ്പ്. ബ്രെഡിൻ്റെ കാര്യത്തിൽ സ്ലൈസസ് എന്നുപയോഗിച്ചില്ലേ, അതുപോലെ സോപ്പിൻ്റെ കാര്യമാണെങ്കിൽ ബാർസ് എന്നുപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ ലെസൺ യൂസ്ഫുൾ ആയിട്ടുണ്ടാകും. ഇത്തരത്തിലുള്ള മിസ്റ്റേക്സ് നമുക്ക് എഴുതുമ്പോഴും അതുപോലെ സംസാരിക്കുമ്പോഴും ഒക്കെ വരുത്താതിരിക്കാൻ ശ്രമിക്കാം. ഇനി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയട്ടെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. കാരണം നിങ്ങളുടെ ആ ഒരു ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക എന്ന ഒരു പ്രവൃത്തി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ടാണ് തീർച്ചയായും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യണം. ഓക്കെ.